ദീൻദയാൽ ഉപാധ്യായയുടെ 106-ാം ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ജയന്തി ആഘോഷം BJPയുടെ സംസ്ഥാന കാര്യാലയമായ തിരുവനന്തപുരത്തെ മാരാർജി ഭവനിൽ നടക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ പരിപാടിയുടെ ഭാഗമാകുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. ദീൻദയാൽ ഉപാധ്യായയുടെ 106-ാമത് ജയന്തിയോടനുബന്ധിച്ച് രാഷ്ട്രമൊട്ടാകെ വിപുലമായ പൊതുപരിപാടികൾ നടക്കുകയാണ്. BJPയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ പൊതുപരിപാടികൾ നടക്കുന്നു. ദീൻദയാൽ ഉപാധ്യായയുടെയും ശ്യാമപ്രസാദ് മുഖർജിയുടെയും സ്തൂപങ്ങളിൽ മാലയർപ്പിച്ച ശേഷം നിലവിളക്ക് കൊളുത്തിയ ശേഷം പുഷ്പാർച്ചന നടത്തുകയാണ് BJPയുടെ സംസ്ഥാനത്തെ മുതിർന്ന ഭാരവാഹികൾ. ശാലിനി മാരാർജി ഭവനിൽ നിന്നും ചേരുകയാണ്. ശാലിനി, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകൻ, ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവ്, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള ദീൻദയാൽ ഉപാധ്യായ, അദ്ദേഹത്തിൻ്റെ ഈ ജയന്തി എത്രത്തോളം വിപുലമായാണ് BJP കൊണ്ടാടുന്നത്? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ അങ്ങനെ ഒരു വിശിഷ്ടമായ ചടങ്ങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീൻദയാൽജിയുടെ അനുസ്മരണം, ഒപ്പം തന്നെ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അനുസ്മരണ ചടങ്ങ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ സ്തൂപത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി ഇപ്പോൾ നിലവിളക്ക് കൊളുത്തി ഔദ്യോഗികമായ ചടങ്ങ് നടത്തുകയാണ്. BJPയുടെ മുതിർന്ന നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയ K. രാമൻപിള്ള, ഒപ്പം തന്നെ BJPയുടെ സമ്മതരായ നേതാക്കന്മാരായ PK കൃഷ്ണദാസ്, ഒപ്പം തന്നെ ശാലിനി, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. മിഷൻ 2025 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഞാൻ മാർച്ച് 26-ാം തീയതി ഈ ചുമതല എനിക്ക് പാർട്ടി തന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്ന് പാർട്ടി തുടങ്ങുന്നു. ഞാൻ അന്ന് പറഞ്ഞത് വികസിത കേരളമാണ് പാർട്ടീൻ്റെ ലക്ഷ്യം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ വികസിത കേരളം ഇവിടെ സൃഷ്ടിക്കണം. അതാണ് പാർട്ടീൻ്റെ ഒരു ദൗത്യം, എല്ലാ പ്രവർത്തകരുടെ ദൗത്യം. അതിനുവേണ്ടി ഈ വികസന സന്ദേശം എല്ലാ വീട്ടിൽ കയറി എല്ലാ മലയാളിയോടൊപ്പം ഇരുന്ന് ഈ വികസന സന്ദേശവും ഈ വികസിത കേരളത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് BJP കേരളം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഒരു ജനസമ്പർക്കം തുടങ്ങുന്നു. 25-ാം തീയതിയാണ് ഇന്ന് ദീൻദയാൽജീൻ്റെ ജയന്തിൻ്റെ ദിനമാണ്. ഞങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഇലക്ഷൻ വരെ ഈ പ്രവർത്തനം, ഈ വികസന സന്ദേശം, ഈ വികസിത കേരളത്തിൻ്റെ കാഴ്ചപ്പാട് ഞങ്ങൾ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ ചെയ്യുന്ന പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. ഇവിടെ 75 കൊല്ലം നടന്ന മാറി മാറി ഭരിച്ച കോൺഗ്രസും ലെഫ്റ്റിൻ്റെ അനാസ്ഥയും അവർ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. കഴിഞ്ഞ 10 കൊല്ലം CPMൻ്റെ സർക്കാരിൻ്റെ ഫെയിലിയേഴ്സ് അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചും സൂചിപ്പിക്കും.